ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ മനോഹരമായൊരു കവിതയാണ്. സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന പേരുള്ള ഈ കവിത എഴുതിയത് H.W. ലോങ്ഫെല്ലോ എന്ന പ്രശസ്തനായ കവിയാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ കവിയും വിവർത്തകനും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് അമേരിക്കയിലെ ഏറ്റവും മികച്ച കവിയായിട്ടാണ് ഇദ്ദേഹത്തെ കണക്കാക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ കവിതകൾ പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കവിതയിൽ കുന്നിൻ മുകളിൽ നിന്നുകൊണ്ട് ഒരു സൂര്യോദയം കാണുമ്പോൾ കവിക്കുണ്ടാകുന്ന അനുഭവം വിവരിക്കുന്നു. യാത്ര ചെയ്യുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകളെ വിശാലമാക്കാനും ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ തത്വചിന്ത മാറ്റാനും സഹായിക്കും. അതുപോലെ തന്നെ ഈ കവിതയും പ്രകൃതിയുടെ സൗന്ദര്യത്തിലൂടെ നമുക്കൊരു പുതിയ പാഠം നൽകുന്നുണ്ട്. കവിതയുടെ പ്രധാന ആശയങ്ങൾ. കവിതയുടെ ആദ്യ ഭാഗത്ത് കുന്നിൻ മുകളിൽ നിൽക്കുന്ന കവി സൂര്യോദയത്തിന്റെ മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ആകാശം മുഴുവൻ പ്രകാശപൂരിതമാകുന്നു. ഹെവൻസ് വൈഡ് ആർച്ച് എന്നും റിട്ടേണിംഗ് മാർച്ച് എന്നും കവി സൂര്യോദയത്തെ വിശേഷിപ്പിക്കുന്നു. കുന്നിൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെയായി മേഘങ്ങൾ കാണാം. ഈ മേഘങ്ങൾ പ്രകാശത്തിൽ കുളിച്ച് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഒരു സൈന്യത്തെപ്പോലെ തോന്നിപ്പിക്കുന്നു. പിന്നീട് മേഘങ്ങൾ മാറുമ്പോൾ താഴെയുള്ള താഴ്വാരയുടെ കാഴ്ച വ്യക്തമാകുന്നു. കാടിന്റെ നിഴലിൽ ഇരുണ്ടും വെളുത്ത വെള്ളച്ചാട്ടമായി തിളങ്ങിയും ഒഴുകുന്ന നദിയെ കവി കാണുന്നു. താഴ്വാരയിലെ ശബ്ദങ്ങളെക്കുറിച്ചും കവി വിവരിക്കുന്നുണ്ട്. ദൂരത്തുനിന്ന് വെള്ളം കുതിച്ചൊഴുകുന്ന ശബ്ദം കേൾക്കാം. ഗ്രാമത്തിലെ പള്ളിയുടെ മണിനാദം കാതുകളിലെത്തുന്നു. കാടിനെ ശബ്ദമുഖരിതമാക്കുന്ന കൊമ്പിന്റെ ശബ്ദവും ദൂരത്തുനിന്ന് വരുന്ന സന്തോഷകരമായ ആരവങ്ങളും കവി കേൾക്കുന്നുണ്ട്. കൂടാതെ ഒരു വെടിയൊച്ച കേൾക്കുമ്പോൾ കുന്നിൻ ചെരുവിലെ ഇടതൂർന്ന മരങ്ങൾക്കിടയിൽ നിന്ന് നേരിയ പുകയുയരുന്നത് കവി കാണുന്നു. കവിതയുടെ അവസാന ഭാഗത്ത് കവി നമുക്കൊരു സന്ദേശം നൽകുന്നു. ജീവിതത്തിൽ ദുഃഖങ്ങളാൽ തളർന്നിരിക്കുകയാണെങ്കിൽ ആ ദുഃഖങ്ങൾ മറക്കണമെന്നുണ്ടെങ്കിൽ കുന്നുകളിലേക്കും കാടുകളിലേക്കും പോകാനാണ് കവി ഉപദേശിക്കുന്നത്. കാരണം പ്രകൃതിക്ക് ദുഃഖം നിറഞ്ഞ ഒരു നോട്ടമില്ല. പ്രകൃതിയുടെ സൗന്ദര്യം നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിക്കുകയും ആശ്വാസം നൽകുകയും ചെയ്യും. ഇതൊരു മനോഹരമായ കവിതയാണ്. ഇനി നമുക്ക് ഈ കവിതയിലെ ചില വാക്കുകളുടെ അർത്ഥം നോക്കാം. ബിസെറ്റ് വി, ആരെയെങ്കിലും ദോഷകരമായി ബാധിക്കുക. ബിറ്റേൺ എൻ, ഒരു തരം പക്ഷിയാണ്, നോർത്ത് അമേരിക്കയിൽ കാണപ്പെടുന്നു. കാസ്കേഡ് എൻ, ചെറിയ വെള്ളച്ചാട്ടം. ഡിങ്കിൾ എൻ, മരങ്ങൾ നിറഞ്ഞ ഒരു ഇടുങ്ങിയ താഴ്വാര. ലാൻസ് എൻ, പണ്ട് കുതിരപ്പുറത്തുള്ള സൈനികർ ഉപയോഗിച്ചിരുന്ന നീളമുള്ള കൂർത്ത ആയുധം. ഇവിടെ ഇത് കുന്നുകളുടെ അല്ലെങ്കിൽ പാറകളുടെ കൂർത്ത മുകൾ ഭാഗത്തെ സൂചിപ്പിക്കുന്നു. ഇനി കവിതയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.